പ്രിയമുള്ളവരെ, ഇന്ത്യ രാജ്യത്തെ ജനത കോവിഡ് മൂലം വലിയ ദുരിതത്തിലും പ്രയാസത്തിലും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്നൊരു സന്ദർഭത്തിൽ നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വിലവർധനവിൻ്റെ ഭാഗമായി ഈ രാജ്യത്തെ ജനതയെ കൊള്ളയടിക്കുന്ന സമീപനമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 2021 ജനുവരി 1 മുതൽ ജൂലൈ 22 വരെയുള്ള ദിവസം എടുത്ത് പരിശോധിച്ചാൽ 67 തവണയാണ് പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില വർദ്ധിപ്പിച്ചത്. തുടർന്നിങ്ങോട്ടിപ്പോൾ തുടർച്ചയായി 14 ദിവസമായി ഇപ്പോൾ വീണ്ടും വില വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്രോളിൻ്റെ വില 108 രൂപയുടെ അടുത്തെത്തി. ഡീസലിൻ്റെ വിലയും 100 രൂപ അധികരിച്ചിരിക്കുന്നു. ഇന്ത്യ രാജ്യത്ത് പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില നിർണ്ണയിക്കാനുള്ള അധികാരം നേരത്തെ ഇന്ത്യ രാജ്യത്ത് ഗവൺമെൻറ്റിനായിരുന്നു. രണ്ടാം UPA ഗവൺമെൻറ്, കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് പെട്രോളിൻ്റെ വില നിർണ്ണയിക്കാനുള്ള അധികാരം ഇന്ത്യ രാജ്യത്തെ എണ്ണ കമ്പനികൾക്ക് വിട്ടു നൽകി. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള BJP ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ കോൺഗ്രസ് സ്വീകരിച്ച നിലപാട് മാറ്റി പെട്രോളിൻ്റെ വില നിർണ്ണയിക്കാനുള്ള അധികാരം ഗവൺമെൻറ്റിൽ നിക്ഷിപ്തമാക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് അധികാരത്തിൽ വന്നത്. അധികാരത്തിൽ വന്നതിന് ശേഷം പെട്രോളിൻ്റെ വില നിർണ്ണയിക്കാനുള്ള അധികാരം എണ്ണ കമ്പനികളിൽ നിന്ന് മാറ്റിയില്ല എന്ന് മാത്രമല്ല, ഡീസലിൻ്റെ വില വർദ്ധിപ്പിക്കാനുള്ള അധികാരം കൂടി എണ്ണ കമ്പനികൾക്ക് വിട്ടു നൽകുന്ന സമീപനമാണ് സ്വീകരിച്ചത്. പാചകവാതകത്തിൻ്റെയും വില ഗണ്യമായി വർദ്ധിപ്പിക്കുന്നു. ഇന്ത്യ രാജ്യത്തെ എണ്ണ ഉൽപ്പാദന വിതരണ രംഗത്ത് ഇന്ന് പ്രധാനമായും കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളല്ല. റിലയൻസ്, SR തുടങ്ങിയിട്ടുള്ള വൻകിട കോർപ്പറേറ്റ് കമ്പനികളാണ് ഇന്ത്യ രാജ്യത്തെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിതരണവും അതുമായി ബന്ധപ്പെട്ട കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. വില നിർണ്ണയിക്കാനുള്ള അധികാരം എണ്ണ കമ്പനികൾക്ക് നൽകിയതിൻ്റെ ഭാഗമായി ഈ ബഹുരാഷ്ട്ര കമ്പനികളാണ് ഈ വില വർധനവിന് എല്ലാ രീതിയിലേക്കുമുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ വില വർധനവിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന ലാഭം കമ്പനികൾക്ക് പോകുന്നു എന്നുള്ളത് മാത്രമല്ല, ഈ രാജ്യത്തെ ഗവൺമെൻറ് ലോക മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിൻ്റെ വില കുറയുന്നതിനനുസരിച്ചും കൂടുന്നതിനനുസരിച്ചും വിലയിൽ മാറ്റമുണ്ടാകുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ക്രൂഡ് ഓയിലിൻ്റെ വില ലോക മാർക്കറ്റിൽ കുറയുന്നതിനനുസരിച്ച് വില കുറയ്ക്കുന്നതിന് പകരം ഈ രാജ്യത്തെ ഗവൺമെൻറ് ഡ്യൂട്ടി വർദ്ധിപ്പിച്ച് ആ വില കുറയുന്നതിൻ്റെ ആനുകൂല്യം രാജ്യത്തെ ജനങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. 1,00,000 കോടി രൂപയിലധികമാണ് ഇപ്പോൾ ഈ ടാക്സ് വർദ്ധിപ്പിച്ചതിൻ്റെ ഭാഗമായി രാജ്യത്തെ ഖജനാവിലേക്ക് വന്നിട്ടുള്ളത്. ഇങ്ങനെ അധികം വർദ്ധിപ്പിക്കപ്പെടുന്ന നികുതിയുടെ ആ നികുതി ഉപയോഗപ്പെടുത്തി ഈ രാജ്യത്തെ ജനതയ്ക്ക് ഈ കോവിഡ് സാഹചര്യത്തിൽ പോലും സഹായകരമായ നിലപാട് സ്വീകരിക്കുന്നതിന് പകരം രാജ്യത്തിൻ്റെ ഗവൺമെൻറ്റിൻ്റെ നിത്യനിദാന ചെലവുകൾക്ക് ഇതെല്ലാം ഉപയോഗപ്പെടുത്തുക എന്ന് പറയുന്ന സമീപനമാണ് ഈ രാജ്യത്തെ ഗവൺമെൻറ് സ്വീകരിക്കുന്നത്. ഈ കോവിഡ് മഹാമാരി എല്ലാ നിലയിലും ഈ രാജ്യത്തെ ജനതയെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർധനവ് രാജ്യത്തെ എല്ലാ മേഖലയിലുമുള്ള ജനവിഭാഗത്തെ
വലിയ രൂപത്തിലേക്കുള്ള പ്രതിസന്ധിയാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഈ രാജ്യത്തെ ഗവൺമെൻറ് ജനങ്ങളോട് യാതൊരു പ്രതിബദ്ധതയുമില്ലാതെ ഇന്ത്യ രാജ്യത്തെ കോർപ്പറേറ്റുകൾക്ക് സഹായകരമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുകയാണ്. ഇത്തരമൊരു സമീപനം ഗവൺമെൻറ് സ്വീകരിക്കുന്നത് പൊതുമേഖലയിൽ നിന്ന് ഇതെല്ലാം എടുത്തു മാറ്റി ഇതെല്ലാം സ്വകാര്യവൽക്കരിക്കാൻ ആവശ്യമായ സമീപനം ഉണ്ടാകുമ്പോൾ ആ സ്വകാര്യ മുതലാളിമാർക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വില വർദ്ധിപ്പിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുക എന്ന് പറയുന്ന സമീപനത്തിൻ്റെ ഭാഗമാണ്. ഇന്ത്യ രാജ്യത്തെ പൊതുമേഖലയാകെ കൊള്ളയടിക്കുന്നതിന് വേണ്ടി ഈ രാജ്യത്തെ ഗവൺമെൻറ് ഇന്ത്യയിലെ കോർപ്പറേറ്റുകൾക്ക്, വൈദേശിക കോർപ്പറേറ്റുകൾക്ക് എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്ന സന്ദർഭമാണ്. ഈ വിലവർദ്ധനവിൻ്റെ ഭാഗമായി രാജ്യത്ത് നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിക്കുക മാത്രമല്ല, എല്ലാ ഉൽപ്പന്നത്തിൻ്റെയും വില വർദ്ധിക്കുന്നു, എല്ലാ സാധനങ്ങളുടെയും വില വർദ്ധിക്കുന്നു. സാധാരണക്കാരന് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ നാട് നീങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. ഇങ്ങനെ വില വർദ്ധിക്കുന്നതിനനുസരിച്ച് ക്രൂഡ് ഓയിലിൻ്റെ വില കുറയുന്നതിനനുസരിച്ചുള്ള ഗുണഫലം ഈ രാജ്യത്തെ ജനങ്ങൾക്ക് കൊടുക്കാനും തയ്യാറാവുന്നില്ല എന്ന സ്ഥിതിയും നിലനിൽക്കുകയാണ്. ഇന്ത്യയുടെ അയൽരാജ്യങ്ങളെയെല്ലാം അപേക്ഷിച്ച് നോക്കിയാൽ ഈ രാജ്യത്ത് സ്വീകരിക്കുന്ന ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വീകരിക്കുന്ന നിലപാട് ജനദ്രോഹപരമായ നിലപാടാണ്. ഇന്ത്യയുടെ അയൽരാജ്യങ്ങളായ നേപ്പാളും പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഉൾപ്പെടെ ഈ നിലയിലേക്കുള്ള ഇന്ധന വില വർധനവ് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഇപ്പോൾ ഈ കോവിഡിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ ഇതിൻ്റെ ഉപഭോഗം കുറയുന്നുണ്ട്. ആ ഉപഭോഗം കുറയുന്നതിനനുസരിച്ച് ഉണ്ടാകുന്ന നഷ്ടം കൂടി നികത്താൻ ടാക്സ് വർദ്ധിപ്പിക്കുക എന്ന് പറയുന്ന നിലപാടാണ് ഗവൺമെൻറ് സ്വീകരിച്ചിരുന്നത്. പക്ഷെ അത് കോവിഡിൻ്റെ ഒരു തീവ്രമായ സാഹചര്യമൊക്കെ അവസാനിച്ചതിന് ശേഷവും ഉപഭോഗമൊക്കെ വീണ്ടും വർദ്ധിച്ചപ്പോൾ പോലും ആ നികുതി കുറയ്ക്കാനോ ഇതിൻ്റെ ഗുണഫലം രാജ്യത്തെ ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കാനോ ഈ രാജ്യത്തെ ഗവൺമെൻറ് തയ്യാറാവാതെ പോവുകയാണ്. ഇതിനെതിരായി വലിയ പ്രതിഷേധം നാനാ മേഖലയിൽ നിന്നും ഉയർന്നു വരേണ്ടതായിട്ടുണ്ട്. ആ പ്രതിഷേധത്തിൽ പങ്കാളികളാവാൻ ഈ രാജ്യത്തിൻ്റെ ഈ നയം തിരുത്തിക്കുറിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ പങ്കാളികളാവാൻ മുഴുവൻ ജനവിഭാഗങ്ങളും തയ്യാറാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു.